നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ വഴി ലോകത്തിന് തന്നെ ആശ്വാസവും ഒരു ഉണർവുമാണ് ഉണ്ടായതെങ്കിലും 40 രാപകലുകൾ നീണ്ട ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പരസ്പരം തൊടുത്ത 10,000-കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തകർന്നടിഞ്ഞ ഡസൻ കണക്കിന് കെട്ടിടങ്ങളും 4,000-ഓളം ആളുകളും നിരവധി കുട്ടികളും യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളായി നിലനിൽക്കുമ്പോൾ ലോകത്തിന്റെ 32% എണ്ണയും വാതകങ്ങളും നൽകുന്ന എണ്ണപ്പാടങ്ങൾക്ക് സംഭവിച്ചത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടവുമാണ്. എന്നാൽ ഈ 40 ദിവസത്തിന് ശേഷം 41-ാം ദിവസം താൽക്കാലികമായെങ്കിലും സമാധാനം ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ ആശ്വാസമാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനെയാണ് ഇപ്പോൾ ലോകം സ്വാഗതം ചെയ്തിരിക്കുന്നത്. എന്നാൽ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. സമാധാന ചർച്ചയ്ക്കിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന് 24 മണിക്കൂർ തികയും മുൻപാണ് ഈ നിർണായക നീക്കം. പാകിസ്ഥാന്റെ സഹകരണത്തോടെ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയ വെടിനിർത്തൽ കരാർ ഇതോടെ അനിശ്ചിതത്വത്തിലായി. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലെബനിലെ സൈനിക നീക്കങ്ങളെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലെബനിൽ ആക്രമണം തുടർന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ലോകത്തെ എണ്ണക്കടത്തിന്റെ 1/5 ഭാഗം കടന്നുപോകുന്ന പാത അടച്ചതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയരുകയാണ്. സമാധാന ചർച്ചകൾക്കായി വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിക്കാനിരിക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരുന്നു. സുരക്ഷാ സാഹചര്യം വിലയിരുത്തി അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ 254 പേർ കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ ബൈറൂട്ട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 1165-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 10 മിനിറ്റിനുള്ളിൽ 100-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ബൈറൂട്ടിൽ മാത്രം 92 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് ഭരണകൂടം ഇറാനുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചു. എന്നാൽ ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കാതെ കരാറുമായി മുന്നോട്ട് പോകില്ലെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന ഇസ്രായേൽ പേരിട്ട ഈ സൈനിക നീക്കം ഈ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ ഏകോപിത ആക്രമണങ്ങളിൽ ഒന്നാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ലെബനനിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലെബനിൽ ഇതുവരെ 10 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തതായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൻതോതിലുള്ള ആക്രമണ പരമ്പരകളിലൂടെ ഇറാന്റെ സൈനിക ശേഷിക്ക് കനത്ത പ്രഹരമാണ് അമേരിക്ക ഏൽപ്പിച്ചതെന്നും വെടിനിർത്തലിനായി അവർ യാചിക്കുകയായിരുന്നുവെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാൻ അപമാനിതമായെന്നും പ്രായോഗികമായ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് വെടിനിർത്തലിന് തയ്യാറായി ചർച്ചയ്ക്ക് സന്നദ്ധമായെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി മാത്രം ഇറാനിൽ 800 ആക്രമണങ്ങൾ നടത്തിയെന്നും അതുവഴി ഇറാന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറ തകർത്തുവെന്നും ഫാക്ടറികൾ നിലംപരിശാക്കിയെന്നും പ്രതിരോധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇറാനുമായി അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഇസ്രായേൽ. ചർച്ചകളുടെ അവസാന ഘട്ടം വരെ സുപ്രധാന വിവരങ്ങൾ അമേരിക്ക തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചെന്ന് ഇസ്രായേൽ ഉന്നത വൃത്തങ്ങൾ ആരോപിച്ചു. ട്രംപിന്റെ അന്ത്യശാസന സമയം അവസാനിക്കാൻ 90 മിനിറ്റ് മാത്രം ശേഷിക്കെയാണ് ഇറാൻ വെടിനിർത്തലിന് സമ്മതിച്ചത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് എന്നിവർക്ക് പുറമെ ചൈനയും ഇറാനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ ഊർജിത നീക്കങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനിയൻ സംസ്കാരത്തെ തുടച്ചു നീക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതുപ്രകാരം ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെയും മറ്റ് പശ്ചാത്തല സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് വൻ ആക്രമണത്തിലുള്ള ഒരുക്കത്തിലായിരുന്നു പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേന. എന്നാൽ US ഇറാൻ വെടിനിർത്തൽ സംബന്ധിച്ച CNN റിപ്പോർട്ട് വ്യാജമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഭവത്തിൽ CNN-നെതിരായി അന്വേഷണം നടക്കുന്നതായും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ ട്രംപിന്റെ അപമാനകരമായ
പിന്മാറ്റമാണെന്ന ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പ്രസ്താവന ഉദ്ധരിച്ചാണ് CNN റിപ്പോർട്ട് ചെയ്തത്. ഇതാണ് ട്രംപിനെ തുടിപ്പിച്ചത്. ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. ശത്രു അല്പമെങ്കിലും പതറിയാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്നാണ് റവല്യൂഷണറി പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ മുല്ല ഭരണകൂടം ട്രംപിനെതിരെ വിജയിച്ചോ എന്ന ചോദ്യം വളരെ സങ്കീർണമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ വിജയമെന്നോ പരാജയമെന്നോ ഒറ്റ വാക്കിൽ പറയാനാവില്ല. പലപ്പോഴും വെടിനിർത്തലുകൾ ഒരു പക്ഷത്തിന്റെ വിജയത്തെക്കാൾ ഉപരി ഇരുപക്ഷത്തിനും യുദ്ധം തുടരുന്നത് അസാധ്യമാകുന്ന സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്. മുല്ല ഭരണകൂടം ഉപരോധങ്ങൾ കാരണം സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ അവർക്ക് ശ്വാസം വിടാനുള്ള അവസരമായി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിലും അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലാണ് ഊന്നൽ നൽകുന്നത്. നേരിട്ടുള്ള യുദ്ധങ്ങളെക്കാൾ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയും കരാറുകളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തന്ത്രത്തിന്റെ ഭാഗമാകാം. ആരാണ് ജയിച്ചത്? ഇതിനെ ഒരു വിജയമായി മുല്ല ഭരണകൂടം ആഘോഷിക്കുമെങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ ഒരു താൽക്കാലിക സന്ധി, അതായത് സ്ട്രാറ്റജിക് ട്രൂസ് ആയാണ് കണക്കാക്കുന്നത്. ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങുകയാണോ അതോ ട്രംപ് തന്റെ ആക്രമണോത്സുക സാഹചര്യം കുറയ്ക്കുകയാണോ എന്നത് വരും മാസങ്ങളിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പുതിയ വെടിനിർത്തൽ കരാർ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഇറാനിലെ മുല്ല ഭരണകൂടം മുട്ടുമടക്കിയോ അതോ ട്രംപിനെ തന്ത്രപൂർവ്വം അവർ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ തങ്ങൾ അമേരിക്കയെ പ്രതിരോധിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ സാമ്പത്തിക മേഖലയെ തളർത്തിയ ട്രംപിന്റെ മാക്സിമം പ്രഷർ നയം അവരെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വർഷങ്ങളായി തുടരുന്ന സംഘർഷത്തിന് ഈ വെടിനിർത്തൽ അറുതി വരുത്തുമോ അതോ ഇത് മറ്റൊരു വലിയ യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ. ഇറാനിലെ ഭരണകൂടം ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് സംരക്ഷണ പണം അഥവാ ഒരുതരം ഗുണ്ടാപിരിവ് ഈടാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാർത്ത. ഹോർമൂസ് കടലിടുക്കിലെ മുല്ല ഭീഷണി ഒരു വലിയ ഭീഷണിയായി ലോകത്തെ മാറ്റുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ പുതിയ നീക്കത്തെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ വഴി കടന്നുപോകുന്ന ഓരോ എണ്ണക്കടത്ത് കപ്പലുകളിൽ നിന്നും പണം ഈടാക്കാനാണ് ഇറാൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. സുരക്ഷ ഉറപ്പാക്കാം എന്ന വ്യാജേന നടത്തുന്ന ഈ നീക്കത്തെ അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചുപറി, അതായത് എക്സ്റ്റോർട്ടേഷൻ എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നതോടെ ആഗോള ഓഹരി വിപണികളിൽ വൻ ഉണർവുണ്ടായി. വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് എണ്ണ വിതരണം സുഗമമാകുമെന്ന പ്രതീക്ഷയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇത് വിപണിയിൽ വലിയ ആശ്വാസമാണ് പകർന്നത്. ജർമ്മൻ ഓഹരി സൂചികയായ ഡാക്സ് ഉൾപ്പെടെയുള്ള മുൻനിര സൂചികകൾ മികച്ച നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. ജർമ്മനിയിലെ പ്രമുഖ വിമാന കമ്പനിയായ ലുഫ്താൻസയിലെ ജീവനക്കാർ ഏപ്രിൽ 10 വെള്ളിയാഴ്ച പണിമുടക്കുകയാണ്. ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ സംഘടനയായ UFO ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലുഫ്താൻസയുടെ പ്രധാന വിമാനങ്ങൾക്കും സബ്സിഡിയറി കമ്പനിയായ സിറ്റി ലൈനും പണിമുടക്ക് ബാധകമായിരിക്കും. ഏപ്രിൽ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1 മണി മുതൽ വെള്ളിയാഴ്ച രാത്രി 10 മണി വരെയാണ് പണിമുടക്ക്. ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് എന്നീ പ്രധാന ഹബ്ബുകൾക്ക് പുറമെ ഹാംബുർഗ്, ബ്രെമൻ, സ്റ്റുട്ട്ഗാർട്ട്, കൊളോൺ, ഡ്യൂസൽഡോർഫ്, ബെർലിൻ, ഹാനോവർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളെയും പണിമുടക്ക് ബാധിക്കും. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ജോലി സുരക്ഷയുമാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. 19,000-ഓളം വരുന്ന ലുഫ്താൻസ ജീവനക്കാരും 800 സിറ്റി ലൈൻ ജീവനക്കാരും സമരത്തിൽ പങ്കുചേരും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച യാത്ര നിശ്ചയിച്ചിട്ടുള്ളവർ വിമാനത്തിന്റെ സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കണമെന്നും റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പകരം സംവിധാനങ്ങൾക്കായി കമ്പനിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ കോബ്ലിൻസിൽ റൈൻ നദിയിൽ നിന്ന് കണ്ടെത്തിയ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബോംബ് വിജയകരമായി നിർവീര്യമാക്കി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ് വിദഗ്ധ സംഘം ബോംബ് നിർവീര്യമാക്കിയത്. റൈൻ നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഒരു ഡ്രഡ്ജിംഗ് കപ്പലിൽ നിന്നാണ് ഏകദേശം 500 കിലോ ഭാരമുള്ള ബോംബ് കണ്ടെത്തിയത്. തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ ഇത് സുരക്ഷിതമായി നിർവീര്യമാക്കിയെന്നാണ് അധികൃതർ അറിയിച്ചത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏപ്രിൽ 9 വ്യാഴാഴ്ച നടക്കും. 1 മാസം നീണ്ടുനിന്ന ആവേശകരമായ പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സമാപിച്ചിരുന്നു. ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. മുന്നണികളുടെ പോരാട്ടമായി LDF ഭരണത്തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച വിശ്വാസത്തിലാണ് UDF. നിർണായക സീറ്റുകളിൽ കരുത്ത് തെളിയിക്കാൻ NDAയും ഇത്തവണ ശക്തമായ
ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വിവാദങ്ങളും വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് വ്യാഴാഴ്ച വോട്ടിനിടും. ഏകദേശം ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവരുടെ നിലപാട് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറെ സ്വാധീനിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രാദേശിക വിഷയങ്ങൾ കൂടാതെ തീരദേശ പ്രശ്നങ്ങൾ, കാർഷിക പ്രതിസന്ധികൾ, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രചാരണ വേളയിൽ വലിയ ചർച്ചയായിരുന്നു. വോട്ടെടുപ്പ് ദിവസം, അതായത് വ്യാഴാഴ്ച, പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ളവർ തിരിച്ചറിയൽ രേഖകളുമായി എത്തി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിംഗ് സമയം. ഏകദേശം 2.71 കോടി ആളുകളാണ് ഇത്തവണ വിധി എഴുതുന്നത്. 140 മണ്ഡലങ്ങളിലായി ആകെ 883 മുതൽ 890 വരെ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവർ തിരിച്ചറിയൽ കാർഡുമായി നേരത്തെ തന്നെ ബൂത്തുകളിൽ എത്തണമെന്നാണ് നിർദ്ദേശങ്ങൾ. എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം കേരളം മുഴുവൻ ഒറ്റുനോക്കുകയാണ്. മെയ് 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക. അതുവരെ കാത്തിരിക്കേണ്ടി വരും. ജർമ്മനിയിലെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഫ്രാങ്ക്ഫർട്ടിലെ സെന്റ് ജോർജ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ സമൂഹം വിശുദ്ധ ദുഃഖവെള്ളി ഫ്രാങ്ക്ഫർട്ടിനടുത്തുള്ള ബാഡ് ഫിൽബലിലെ മരിയൻ മുട്ടർകോട്ട സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ യൂറോപ്യൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചരിച്ചു. 150ഓളം വിശ്വാസികൾ പങ്കെടുത്ത ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ രാവിലെ 9:30 മണിക്ക് 3-ാം മണി നമസ്കാരത്തോടെ ആരംഭിച്ച് 6-ാം മണി നമസ്കാരവും 9-ാം മണി നമസ്കാരവും സ്ലീബ വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും കഴിഞ്ഞ് കബറടക്ക ശുശ്രൂഷയോടുകൂടി പൂർത്തിയാക്കി. തുടർന്ന് കയ്പുനീരും ദുഃഖവെള്ളിയാഴ്ചയിലെ പതിവ് ഭക്ഷണമായ കഞ്ഞിയും കുടിച്ച് ഏകദേശം 4 മണിയോടുകൂടി ചടങ്ങുകൾ പര്യവസാനിച്ചു. പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭക്ത സംഘടനാ ഭാരവാഹികളും ചേർന്ന് ചടങ്ങുകൾ ഏകോപിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിച്ച നന്ദി, നമസ്കാരം.